രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പ്രയാസമില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ബിഗിനേഴ്സിനൊക്കെ പരീക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. കുറച്ച് നാളായിട്ട് ഞാൻ സ്പെഷ്യൽ ചിക്കൻ കറികൾ മാത്രമേ തയ്യാറാക്കണുള്ളൂ എന്നുള്ളൊരു പരാതിയുണ്ട്. അത് തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇതുപോലൊരു നാടൻ ചിക്കൻ കറി, അതും ഈസി ആയിട്ട് തയ്യാറാക്കണത് കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നാടൻ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കിട്ടിയ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, തക്കോലം ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകവും അതുപോലെ തന്നെ ഈ ഏലക്കായയും കരയാമ്പൂ ഒക്കെ വെളിച്ചെണ്ണയിൽ കിടക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് വരിക. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എപ്പോഴും ചിക്കൻ കറികൾ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം നോക്കുക. ഞാനിവിടെ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടുതലായതുകൊണ്ട് കറിക്ക് ടേസ്റ്റ് കൂടെയുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ 3 വലിയ സവാള നീളത്തിൽ നുറുക്കിയെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇന്നത്തെ കറിക്ക് നമ്മൾ സവാള ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കണില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ. സവാളയിൽ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് നടുകീറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയും അതുപോലെ സവാളയുടെയും വെളുത്തുള്ളിയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. സവാള ഏകദേശം കളർ മാറി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി എന്നിവയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, അത് പ്രത്യേകം നോക്കണം. മല്ലിപ്പൊടിയുടെ കുത്ത് ഓവറായ നമ്മുടെ ചിക്കൻ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മാത്രമേ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. അതിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ പേസ്റ്റാണ്. തക്കാളിയും ഒരു 10 അണ്ടിപ്പരിപ്പും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ നേരിട്ട് ചേർക്കാം കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് ഒറ്റയ്ക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തക്കാളിയും കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തത്. തക്കാളി അരച്ചിട്ട് ചേർക്കുന്ന സമയത്ത് നമുക്ക് കുക്കിംഗ് ടൈം നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് ചിക്കനാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ശേഷം നോക്കിയ വെയിറ്റാണ് കേട്ടോ 1 കിലോ. കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ 1 കിലോനുണ്ട്. അപ്പോൾ അത് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ മസാല പറ്റി പിടിച്ചിട്ടുണ്ടാവണം. ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല, വെറുതെ മിക്സാക്കി എടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ ചിക്കൻ കറി ആയ കാരണം കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ചാൽ മാത്രമേ ചിക്കൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് പോവുകയാണ്. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കി നോക്കാം. നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഇല്ലേന്ന് നോക്കി നോക്കാം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം
നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടില്ല. 3/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ ഇത്ര ചേർക്കേണ്ട, 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഈ സമയത്ത് ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ നീരാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ചേർത്ത് കൊടുത്തത് ഗരം മസാലയും ചെറുനാരങ്ങയുടെ നീരുമാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് നാളികേരക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. നാളികേരക്കൊത്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പക്ഷേ ഇത് ചേർത്ത് കൊടുത്താൽ ഈ ചിക്കൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ നാളികേരക്കൊത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്കൊന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി ഒരു 5 മിനിറ്റ് മാത്രം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഈ സമയത്താണ് നമ്മൾ ചിക്കനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ പകുതിയിലധികം വേവായി കഴിഞ്ഞു. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മെഷീൻ കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മൂടി വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കണില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ കുറുകി കിട്ടും. നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അതനുസരിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. മറ്റൊരു വിഭവവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.